വളരെ സന്തോഷത്തോടെയാണ് ഈ സദസ്സിൽ എല്ലാവരെയും മുഖം കാണുന്നത്. തീർച്ചയായും ഇത് കുടുംബബന്ധങ്ങൾ അറ്റും അകന്നും ഒക്കെ പോകുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുക എന്നുള്ളത് വളരെ സന്തോഷകരവും അള്ളാന്റെ അടുത്തുനിന്ന് വലിയ പ്രതിഫലം കിട്ടുന്നതും ആണ്. വിശുദ്ധ ഖുർആനിലും അതുപോലെ ഹദീസിലൊക്കെ ഒരുപാട് സ്ഥലത്ത് ഈ കുടുംബബന്ധത്തിന്റെ പ്രാധാന്യങ്ങളും അതിന്റെ മൂല്യങ്ങളും അതിന്റെ പ്രത്യേകതകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് സംബന്ധമായി ബഹുമാനപ്പെട്ട MLA കുറച്ചു നേരത്തെ പറഞ്ഞത് വളരെ ചെറിയ വാക്കുകളിലൂടെ നമുക്ക് കിട്ടേണ്ട എല്ലാം ഉൾക്കൊണ്ട ഒരു പ്രസംഗമായിരുന്നു ശരിക്ക് MLA നടത്തിയത്. വലിയ കാര്യമായ പ്രസംഗമൊന്നുമല്ല MLA നടത്തുന്നുണ്ടെങ്കിലും ഒരു കുടുംബസംഘം ഇത്തരം ഒരു സംഗമങ്ങളിൽ എന്തെല്ലാം നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും കിട്ടണോ അതൊക്കെ കിട്ടിയിട്ടുണ്ട് ഈ MLAന്റെ പ്രസംഗത്തിൽ വെച്ചിട്ട്. ഇനി നമുക്ക് വേണ്ടത് കാര്യമായ പ്രസംഗങ്ങളല്ല വേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി വേണ്ടത് പരസ്പരം പരിചയപ്പെടലും ബന്ധങ്ങൾ പുതുക്കലും കാര്യങ്ങളൊക്കെയാണ് വേണ്ടത്. ഇവിടെ വളരെ ആവേശത്തോടു കൂടി പേപ്പാർത്ത മാമുക്കേജി, അയലളാപ്പ, സൈദാജി പോലുള്ള നമ്മളെല്ലാ കാരണന്മാരും ഇവിടെ എത്തിയിട്ടുണ്ട്. അതൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു കുടുംബ ബന്ധത്തിന്റെ ഊഷ്മളത ഊട്ടിയുറപ്പിക്കാനും അവരെ അതിന്റെ പ്രാധാന്യം അറിയുന്നതുകൊണ്ട് മാത്രമാണ് അവർ ഇവിടെ വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ആരോഗ്യപരമായി ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ സഹിച്ചുകൊണ്ടാണ് മാമുക്കേജിയൊക്കെ ഇവിടെ എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. അതിനോടൊപ്പം തന്നെ നമുക്ക് വേണ്ടുന്ന എല്ലാ നിർദ്ദേശങ്ങളും അതുപോലെ താക്കീതുകളും ഉപദേശങ്ങളൊക്കെ തന്ന് ഈ കുടുംബത്തിന്റെ ഭദ്രത ഊട്ടിയുറപ്പിക്കാനുള്ള കഴിവും തന്റെയൊക്കെ അവർക്ക് കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പരിപാടി വളരെയധികം ഭംഗിയായി നടത്താൻ നമ്മളെക്കാളൊക്കെ ആഗ്രഹിച്ചത് ആളായിരുന്നു മർക്കരാജി. പക്ഷെ അള്ളാന്റെ തീരുമാനം മറിച്ചായിരുന്നു. നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരുമിച്ച് കൂടിയ സംഗമത്തിൽ നിന്ന് നമ്മുടെ പ്രാർത്ഥനകൾ അള്ളാഹു മർക്കരാജിന്റെ ഖബറിലേക്ക് എത്തിക്കുകയും ഖബർ വിശാലാക്കി കൊടുക്കുകയും ചെയ്യട്ടെ. പിന്നെ ഈ പരിപാടിയിൽ ഞാൻ പറഞ്ഞ ഭാഗത്ത് നിന്ന് നേരത്തെ MLA തമാശയിലാണെങ്കിൽ പറഞ്ഞു, നേരത്തെ എത്തിയാൽ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു. അതുപോലെ ഗൾഫുകാരായ ഞങ്ങൾക്കും MLA പറഞ്ഞ പോലെ ഗൾഫുകാരായ ഞങ്ങൾക്കും തന്നെ ഈ നേരത്തെ എത്തി ശീലമുള്ളതുകൊണ്ടാണ് ഈ കൃത്യനിഷ്ഠ ഏറെക്കുറെ പാലിച്ച് ശീലമുള്ളതായിരിക്കും. അല്ലാതെ പ്രയാസം തോന്നി. വന്നത് 9:30 മണിക്കെന്നൊക്കെ പറഞ്ഞെങ്കിലും എത്തിയത് ആളുകളൊക്കെ 11 മണിക്ക് ശേഷമൊക്കെയാണ്. അത് എല്ലാ പരിപാടിയിലും ഇനി ആ താമസം നേരിടും. ഏതായാലും പ്രസംഗങ്ങളും കാര്യങ്ങളൊന്നല്ല കാര്യമായിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് കുഴപ്പമില്ല എന്ന് തോന്നുന്നു. പിന്നെ ചെറിയ ഒരു ശ്രമം MLA തമാശയിലാണെങ്കിലും പറഞ്ഞു, ഞാൻ അതിനെ ആശംസിക്കണില്ല എന്ന് പറഞ്ഞു. ചാവി താക്കോൽദാനത്തിന് നമുക്കതൊരു ചെറിയ തുടക്കമായി കാണുകയും തുടർന്ന് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രചോദനമായി അത് ഉണ്ടാവുകയും ചെയ്യട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അതോടൊപ്പം തന്നെ അതിന്റെ പ്രതിഫലം നാട്ടുകാർക്കും കുടുംബങ്ങൾക്ക് മാത്രമല്ല നാട്ടുകാർക്കും സമൂഹത്തിൽ ലഭിക്കേണ്ടതുണ്ട്. ഈ ഒരുമിച്ച് കൂടലിന്റെ ഒരു ലക്ഷ്യം അത് തന്നെ ആയിരിക്കണം. നമ്മുടെ കുടുംബത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ, പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് സാമ്പത്തികമായ പ്രയാസം അനുഭവിക്കുന്ന കുട്ടികളെ കുറിച്ച് മനസ്സിലാക്കൽ, അതിനു വേണ്ടുന്ന നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും കൊടുക്കൽ. നമ്മുടെ കുടുംബത്തിൽ തന്നെ ഒരുപാട് ആളുകൾ, ഡോക്ടർമാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, അതുപോലെ ഒരുപാട് കഴിവുള്ള ആളുകൾ, എഞ്ചിനീയർമാര്, മിലിറ്ററി ഉദ്യോഗസ്ഥന്മാര്, ലാബ് ടെക്നീഷ്യന്മാര്, ബിസിനസ്സുകാര്, അതുപോലെ പണ്ഡിതന്മാർ ഒക്കെ ഉണ്ട്. എല്ലാ രംഗത്തുള്ള ആളുകളുണ്ട്. വളരെ കുറവായിരിക്കും എന്ന് മാത്രം. പക്ഷെ ആ ആളുകളെല്ലാരും കൂടി സംഘടിപ്പിച്ച് ഒരു ഉപദേശക സമിതി ഉണ്ടാക്കി ഏത് രംഗത്തേക്കാണോ കഴിവുള്ള കുട്ടികൾ വളർന്നു വരുന്ന ആ കുട്ടികൾ അതിലേക്ക് വേണ്ടുന്ന പ്രചോദനങ്ങൾ കൊടുത്ത് വളർത്തി വലുതാക്കി വരാൻ ഇത്തരം ഒരു സംഗമത്തിലൂടെ നമ്മൾ രൂപം കാണേണ്ടതുണ്ട്. ഇതൊക്കെയാണ് ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഉദ്ദേശം വളരെ ഒരു നല്ല സാലിഹ് അമലാക്കി സ്വീകരിക്കട്ടെ. കുഞ്ഞിരാജിക്കും അതുപോലെ ഹമീദിനും എനിക്ക് പ്രത്യേകം നന്ദി പറയാൻ തോന്നുന്നു. കാരണം അവരാണ് ഈ ഒരു സംഗമത്തിന്റെ തുടക്കത്തിന്റെ ആളുകൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുശേഷം മർക്കരാജിന്റെ എത്തുകയും മർക്കരാജി അതിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും അദ്ദേഹത്തിന്റെ നേതൃത്വ പദവി അദ്ദേഹത്തിന്റെ എല്ലാം കൂടി ആണ് പിന്നീട് കമ്മിറ്റി ഉണ്ടാക്കുകയൊക്കെ ചെയ്തത് എന്ന് കൂടെ ഇത് പറഞ്ഞു. അപ്പൊ ഇതില് എന്തായാലും ഈ രണ്ട് വ്യക്തികളാണോ ഇതിന്റെ തുടക്കം തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ തിരുത്തുക.
എന്തായാലും അവർക്ക് ഇതിൽ വലിയ പങ്കുണ്ട്. എല്ലാവരും കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ ഒരു മതസംഘടനയോ ആണ് ഇങ്ങനത്തെ ഒരു പരിപാടി സംഘടിപ്പിച്ചതെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒരു മാസങ്ങൾക്ക് മുമ്പ്, നീണ്ട മാസങ്ങൾക്ക് മുമ്പ് പ്രചരണങ്ങളും പ്രവർത്തനങ്ങളും പ്രസംഗങ്ങളും സ്കോഡുകളും ഫ്ലെക്സ് ബോർഡുകളും അതുപോലെ വാഹന പ്രചരണ ജാഥകള് ഗല്ലികളുള്ള പ്രസംഗങ്ങളൊക്കെ നടത്തിയിട്ടായിരിക്കും ഇങ്ങനെ ഒരു സദസ്സ് ഉണ്ടാക്കാൻ കഴിയുക. പക്ഷെ അതേ സമയത്ത് അങ്ങനത്തെ ഒരു പരിപാടി നടത്താതെ വളരെ ചെറിയ അടുത്ത കാലഘട്ടത്തിൽ അടുത്ത സമയത്താണ് ഈ ഒരു പരിപാടിക്ക് രൂപം കൊടുത്തത്. അത് കാര്യമായ പ്രചരണങ്ങളോ കോലാഹലങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ ഇത്ര വലിയൊരു സദസ്സ് ഉണ്ടാക്കാൻ പറ്റി എന്നുള്ളത് വലിയ സംഭവം തന്നെയാണ്. എന്തായാലും നല്ലൊരു തുടക്കമാണ്. ഇത് നമുക്ക് മാത്രമല്ല മറ്റു കുടുംബങ്ങൾക്കും ഇതൊരു പ്രചോദനമാകട്ടെ. അതോടൊപ്പം തന്നെ ഇതിൽ നിന്നുള്ള ഗുണങ്ങൾ നമ്മുടെ കുടുംബത്തില്, സമൂഹത്തില്, കുട്ടികളിൽ, നേരത്തെ MLA പറഞ്ഞതുപോലെ മക്കളില് ഒക്കെ ഇതിന്റെ നന്മ ഉണ്ടാകേണ്ടത്. ഇന്നലത്തെ പോലെ ആകരുത് നാളെ. ഇന്നലെ ഉണ്ടായിരുന്ന നമ്മളാകരുത് നാളെ. നമ്മുടെ അയൽവാസികളോട്, നമ്മളെ കുടുംബക്കാരോട്, ബന്ധുക്കാരോട്, മക്കളോട്, നമ്മുടെ തൊഴിലാളികളോട്, നമ്മുടെ മുതലാളിമാരോട്, എല്ലാ രംഗത്തും ഏത് രംഗത്തും ഇന്നലെ നമ്മൾ എന്തായിരുന്നോ MLA പറഞ്ഞതുപോലെ തന്നെ എന്തെങ്കിലും ദൂഷ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രവർത്തനത്തിലുള്ള ഒരാളാണെങ്കിൽ അത് മാറ്റിവെച്ചില്ല. ഞാനിപ്പോ ഒരു കുടുംബത്തിൽ അംഗമാണ്. ഇതിന്റെ വരുന്ന ചെറിയ തെറ്റുകൾ പോലും എന്റെ കുടുംബത്തിന്റെ പേരിൽ ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും അത്തരം പ്രവർത്തനങ്ങൾ, മോശമായ സമീപനം എന്റെ ഭാഗത്തുണ്ടാവില്ല എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടായിരിക്കണം ഈ പരിപാടി കഴിഞ്ഞിട്ട് ഓരോരുത്തരും പോകുന്നത്. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞു. അസ്സലാമു അലൈക്കും.